ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്ന് ജനുവരി 30 എക്സ്പയറി ഡേ ആണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ വളരെ മോശം റിസൾട്ടാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാർക്കറ്റ് ഇന്ന് ടാറ്റ മോട്ടോഴ്സിനെ വളരെയധികം പണിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ചെയ്യുന്നത് ബിലോ 700 ടാറ്റ മോട്ടോഴ്സ് ചെയ്യുന്നത്. ഇന്നിപ്പം നല്ല റിസൾട്ട് കൊണ്ടുവന്ന ബജാജ് ഫൈനാൻസിൻ്റെ നല്ല റിസൾട്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇറ്റ് ഈസ് ഓൾറെഡി പ്രൈസ്ഡ് ഇൻ. സോ അതിൽ ഞാൻ വലിയൊരു ട്രേഡ് കാണുന്നില്ല. സ്റ്റോക്ക് 6% മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ട്രേഡ് എടുക്കുന്നതിന് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ ഇന്ന് എക്സ്പയറി ഡേ ആണ്. പിന്നെ ഞാൻ കാണുന്ന 2 സെക്ടർ വലിയൊരു ത്രെട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫ് ത്രെട്ട് വരുന്നത് ഒന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ്. കാരണം അമേരിക്ക ഇപ്പം ഓയിൽ പമ്പ് ചെയ്യാൻ തുടങ്ങുന്നെന്ന് പറയുന്നത് കേൾക്കുന്നു. അവർ ഡ്രില്ലിങ്ങിന് വളരെ എൻകറേജ്മെൻറ്റ് US കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, ഈ ഡ്രില്ലിംഗ് ടെക്നോളജി ലൈക്ക് ഹാലിബർട്ടൺ അല്ലെങ്കിൽ സ്ലംബർജർ, ബേക്കർ ഹ്യൂസ് ഇതുപോലത്തുള്ള എല്ലാ കമ്പനിയുടെ അടുക്ക് ഈ ഡ്രില്ലിങ്ങിൻ്റെ ടെക്നോളജി ഉള്ളത്. അത് അമേരിക്കൻ കമ്പനികളുടെ അടുക്കാനുള്ളത്. അമേരിക്ക ഹൂസ്റ്റൺ എന്ന് വെച്ചാൽ അവർ ഡ്രില്ലിംഗ് കമ്പനികളുടെ വലിയൊരു ഹബ് തന്നെയാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ ഈ അമേരിക്കൻ ഓയിൽ മാർക്കറ്റ് US ഓയിൽ മാർക്കറ്റിൽ വരുന്ന സമയത്ത് US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മുകളിൽ വലിയ പ്രഷർ ചെയ്യും. കാരണം ഈ ഓയിൽ ഞങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങിക്കണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതേ ടാരിഫ് ഓൺ ഇന്ത്യൻ IT എക്സ്പോർട്ടിൽ ചെയ്യുന്ന വരും. കാരണം ഇതിപ്പോൾ റഷ്യൻ അടുക്കെന്നാണ് ഇന്ത്യ ഓയിൽ വാങ്ങിക്കുന്നത്. ക്രൂഡ് റഷ്യ, ഇറാൻ, സൗദി അറേബ്യ. സോ ഇവരെയൊക്കെ മൊണോപ്പൊളി US പ്രസിഡന്റ് എന്താ പറയുക, US പ്രസിഡന്റ് തകർക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം there will be a lot of pressure from the US to buy the oil from US. സോ അപ്പോൾ റഷ്യൻ ഓയിലിൻ്റെ മാർക്കറ്റിൽ വരുന്ന റഷ്യൻ വലിയൊരു ഓയിൽ വാങ്ങിക്കുന്നത് ഇപ്പം ഇന്ത്യയാണ്. യൂറോപ്യൻ കൺട്രീസ് ഒന്നും വാങ്ങിക്കുന്നില്ല അധികം റഷ്യൻ എനർജി. സോ റഷ്യൻ എക്കണോമി ഒന്നാമത് തകരാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. രണ്ടാമത് ട്രംപ് ചെയ്യാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ജനറിക് മാർക്കറ്റിൽ അമേരിക്കയിൽ വലിയ പ്ലെയറാണ്. അതിൻ്റെ മുകളിൽ വലിയൊരു ടാരിഫ് വരാൻ സാധ്യത ഓൾറെഡി അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫാർമ കമ്പനിയുടെ സ്റ്റോക്കൊക്കെ താഴോട്ട് പോവാണ്. സൺഫാർമ, ഡോക്ടർ റെഡ്ഡി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ സിപ്ല മോർ ഓർ ലെസ് ഇന്ത്യയിലെ ജനറിക് കമ്പനിയാണ്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ജനറിക് ഇൻഡസ്ട്രിയാണ്. ഞാൻ ഒരു കണക്കിന് പറയുന്നത് വെച്ചാൽ ട്രംപ് ഇന്ത്യയിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനോട് പാറ്റന്റ് റൈറ്റിന് കൂടി ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടി നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി നോക്കും, വളരെ ആരും കേൾക്കാത്ത കമ്പനിയുടെ പ്രോഡക്ട്സൊക്കെയാണ് ഡോക്ടേഴ്സ് എഴുതി തരുന്നത്. അതിൽ ഡോക്ടേഴ്സിന് പൈസ വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് പൈസ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എനിവേ അതൊരു നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ് us see the market, how the market is going. Thank you.